ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കിടന്നങ്ങ് ഉറങ്ങി. ഒരു 2 മണിക്കൂറോടെ നമുക്ക് കിടന്ന് ഉറങ്ങി എണീച്ചപ്പോൾ ഇവിടെ ഒരു ചെറിയ മഴ. ഒരു 6 മണിക്ക് അടുത്ത നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ക്യാബ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ഇപ്പോൾ 6:30 ആയി. മഴ കുറഞ്ഞു. ഇനി നമുക്ക് നേരെ താഴോട്ട് പോകണം. ക്യാബ് ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. നേരെ ആദ്യം പോകാൻ പോകുന്ന ചൈന ടൗണിലേക്കാണ്. മഴയൊക്കെ മാറിയിട്ട് അങ്ങനെ നിൽക്കുക, ഒരു മൂടിയത് ക്ലൈമറ്റാണ്. നേരെ ചൈന ടൗണിൽ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വെറൈറ്റീസ് ഓഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ചൈന ടൗൺ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന ആൾക്കാർ നോയമ്പൊക്കെ തുറക്കുന്ന കാണുന്നുണ്ട്. നോയമ്പ് തുറക്കേണ്ട സമയമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ അവർ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അരമണിക്കൂറാണ് നമുക്കിവിടെ കിടന്ന് കറങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നത്. ഞാൻ കുറച്ച് ദൂരം പോയി കിടക്കാം, ഒരുപാട് ദൂരം കിടക്കാം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തിരിച്ചൊരു ഷോർട്ട് കട്ട് എടുത്ത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക.
ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ള ഫുഡ് സ്ട്രീറ്റ് ആയിട്ട് ഫുഡിൻ്റെ അങ്ങനെ ഒന്നും കണ്ടില്ല. കുറച്ച് ചെറിയതായിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഷോപ്പിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോയാൽ എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കുറച്ച് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പ്ലസ് ഷോപ്പിംഗാണ് കൂടുതൽ. ഡ്രസ്സ്, പേഴ്സ് പോലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വീണ്ടും ഒരു ബാഗും കൂടെ വാങ്ങിച്ചു. അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ജസ്റ്റ് ഇപ്പോൾ ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഇനി അടുത്തിന് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ജസ്റ്റ് അങ്ങോട്ട് പോട്ടെ. ചൈന ടൗണിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്ന അടുത്തൊരു മർഡേക്കൻ സ്ക്വയർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഈ കാരണമാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് പോകുന്ന വഴിക്ക് ചൈനീസ് ടെമ്പിളിൻ്റെ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല. സഡൻലി ഒരു റാലി കടന്നു പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചൈനീസിൽ കാണാത്ത കുറേ കാര്യങ്ങൾ നോർമലി നമുക്ക് നടക്കുന്ന പ്ലോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ അവരുടെ ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കണ്ടപ്പോൾ രസമുണ്ടായിരുന്നു. ഇവിടെ നേരെ വന്നത് റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു റിവറിൻ്റെ അടുത്തേക്കാണ്. ഫുള്ള് കളറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഫോട്ടോഷോപ്പിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എന്ത് വൃത്തിയായിട്ടാണ് അവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഗംഗയിലേക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയോ. മഴയൊക്കെ പെയ്തുകൊണ്ടാണ് നല്ല വെള്ളം. കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയാണ്. നല്ല രീതിയിലുള്ള വാട്ടറും അതുപോലെയൊക്കെ നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. 5 മിനിറ്റ് നിർത്തിയിട്ടുള്ളൂ. കുറച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഈ റിവറിന് ചുറ്റും ബിൽഡിങ്സ് ആണ്. അതൊക്കെ നല്ല രീതിയിൽ നദിക്ക് ഈ റിവറിനൊന്നും പറ്റാത്ത രീതിയിൽ കെയർഫുള്ളായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൂടുതലെടുത്തു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത് നേരെ പോകുന്ന KL ടൗണിൻ്റെ നൈറ്റ് വ്യൂ. നമുക്കവിടെ ഓൾറെഡി ടിക്കറ്റ് ഉണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ പോകാൻ തീരുണ്ടല്ലോ വേഗം. മോർണിംഗ് ദിവസം ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നേരെ പോകുന്നത് നൈറ്റ് വ്യൂ, അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. KL ടവറിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഓൾമോസ്റ്റ് ഇതിൻ്റെ മുകളിൽ കയറാം. വെനസ്ഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും നമ്മുടെ മുകളിൽ കയറുന്നത്. മഴ പെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ താഴെയൊക്കെ നല്ല ഈർപ്പമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. താഴെ കാണുന്ന ഈ പച്ചപ്പ് ഫുൾ ആർട്ടിഫിഷ്യലാണ്. നമ്മൾ വന്ന സമയം എന്തായാലും പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ ലൈറ്റ് ഷോ പോലെ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പാട്ടിനനുസരിച്ചിട്ട്
നീ കുറച്ച് കഴിഞ്ഞിട്ട് നീ അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. എന്തായാലും നമ്മൾ ഇനിയും വരുന്നുണ്ട് എൻ്റെ അകത്ത് കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഡേയിൽ അതിൻ്റെ മേളിലൊക്കെ കയറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ ചെക്ക് ചെയ്യാം. നമ്മൾ പറയുന്ന പോലെ ട്വിൻ ടവറിൻ്റെ നൈറ്റ് വ്യൂയിലേക്കാണ് അടുത്ത്. അവിടെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് അവൈലബിൾ ആണ്. മോർണിംഗ് കൊണ്ട് അവിടെയും പോകുന്നുണ്ട്. സോ അവിടെ നിന്ന് നേരെ നമ്മൾ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അന്യായ വ്യൂ ആട്ടോ ഇവിടെ നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ, വരച്ച് വെച്ചതുപോലെയൊക്കെ ഇരിക്കുക. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയി. അതിൻ്റെ ചുവടിൽ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുൾ വ്യൂ കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് ക്രോസ് ചെയ്തില്ല. ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുൾ വ്യൂ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പോയി നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് കാണേണ്ട സ്പോട്ട് ഇതാണ് കണ്ടോ. നമുക്കിത് ഫുൾ വ്യൂവിൽ നല്ല രീതിയിൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ടിക്കറ്റൊക്കെ ഉണ്ട്, അതൊക്കെ കവറേജ് ആണ് പാക്കേജ്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് വണ്ടി പോകാൻ വേണ്ടി ജംഗ്ഷൻ പോലെ അല്ലേ, അതുപോലെ ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്നെ വണ്ടറിയിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ, ഒന്ന് കസേരയൊക്കെ ആയിട്ട് വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആ വ്യൂ അങ്ങ് ആസ്വദിക്കുക അവർ. ഇതൊക്കെയാണ് ലൈഫിൽ മറക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ. ഷൂട്ട് ചെയ്യുന്ന ഫുഡ് കഴിക്കുക, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. കൂടുതലും ഏഷ്യ പസഫിക്കിൽ നിന്നുള്ള ആൾക്കാരാണ്. ഫോറിനേഴ്സ് കുറവാണ്, ഓഫ് സീസൺ ആയതുകൊണ്ടാവാം. ഇതിലേക്ക് ചെറിയ സ്കൂട്ടറിലൊക്കെ ആൾക്കാർ പോകുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടി നടക്കാതെ അവരൊക്കെ ചെയ്ത പോലെ കുറേ നേരമൊക്കെ ഈ സ്ഥലത്തൊക്കെ കുറേ നേരം ഇരിക്കുമ്പോൾ മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു സമാധാനം. അതറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നത് എന്ന്. അപ്പോൾ അവരൊക്കെ വന്നു, ബാക്കി എല്ലാവരും ക്യാബിൻ്റെ അടുത്ത് എത്തി. പിന്നീട് എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടോ അതോ ഹോട്ടൽ ഡ്രോപ്പ് ആണോ എന്ന് അറിയത്തില്ല, പോയി ചോദിച്ചു നോക്കട്ടെ. സോ അങ്ങനത്തെ നൈറ്റ് സിറ്റിയൊക്കെ കഴിഞ്ഞു. ഇനി ഹോട്ടൽ ഡ്രോപ്പാണ്. ഫുഡ് എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളത് നോക്കണം. സോ എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യണ്ട. ഇവിടെ അടുത്തൊരു സ്ട്രീറ്റ് ഫുഡ് സെക്ഷനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തു. ഇവിടുന്ന് കുറച്ച് ദിവസം നടന്നു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡിൻ്റെ സെക്ഷനായി. അപ്പോൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് 1.5 കിലോമീറ്റർ എന്തേ ഉള്ളൂ ഹോട്ടലിലേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകും.
ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ മെനു കാർഡൊക്കെ പിടിച്ചിട്ട് അവരുടെ ഹോട്ടലിലേക്ക് നമ്മളിങ്ങനെ ഓരോരോ ഡിഷ് പറഞ്ഞ് പിടിച്ച് കയറ്റുകയാണ്. ചൈനീസ് സ്ട്രീറ്റ് ഫുഡാണ് ഇവിടെ. അപ്പോൾ അവർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ സ്ട്രീറ്റ് ഫുഡിലൊക്കെ ഫുഡ് തപ്പി അടങ്ങിയിട്ടൊന്നും കിട്ടാതെ ഞാൻ ചെക്ക് വന്നപ്പോൾ ഒരു ഹോട്ടലിൽ റാമൻ കിട്ടുന്നുണ്ടെന്ന് കണ്ടു. അപ്പോൾ അത് കഴിച്ചിട്ടില്ല ഇതുവരെ. കൊറിയയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ ചെയ്തിട്ടൊക്കെ ഓർഡർ ചെയ്യേണ്ടത്. അതായത് സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ റാമനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഒന്നും ചാപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്താൽ കഴിക്കേണ്ടത്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നെങ്കിലും അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇൻ ദ സെൻസ് അത് എന്താ പറയുക, അതിനുള്ള കളർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ മസാല ചിലവരൊക്കെ എരിവൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 13 റിക്കറ്റാണ് ആയിട്ടുള്ളത്. അതായത് 250 രൂപയ്ക്ക് അടുപ്പിച്ച് ആയിട്ടുണ്ടാവാം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ നൈറ്റ് ലൈഫ്. ഇവിടെ ആൾക്കാർ ഒഴിവ് നോക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവർ രാത്രി എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യം. ഞാൻ മലേഷ്യയിൽ വന്നിട്ട് കുറേ നേരം നൈറ്റ് ലൈഫൊക്കെ ആസ്വദിച്ചു. അന്നത്തോടെ ഈ ഹോട്ടലിൽ വന്ന് ഈ കിടന്നങ്ങ് ഉറങ്ങണം. അപ്പോൾ ഈയിടെ ഇവിടത്തോടെ മൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ